പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഒരു പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾ കണ്ടാലോ. വിദ്യാഭ്യാസ ജീവിതത്തിന്റെ ആദ്യ പടിയിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ആഘോഷങ്ങളുടെ ഒരുക്കത്തിലാണ് മൂത്തുകുന്നം കോട്ടുവള്ളിക്കാട് SNM ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകർ. വിദ്യാർത്ഥികളിൽ പഠനത്തോടുള്ള ആകാംക്ഷയും സന്തോഷവും വളർത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കുട്ടികൾക്ക് നമ്മൾ ഇപ്രാവശ്യം അവഞ്ചർ എന്നുള്ളൊരു തീം സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോണത്. ഇപ്പോൾ കുട്ടികളെ വെൽക്കം ചെയ്യാനായാലും കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ കാര്യത്തിലായാലും ബാക്ക് സ്റ്റേജ് എല്ലാനും ആ ഒരു തീമിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നമ്മൾ കുട്ടികൾക്ക് അന്ന് പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോം, പാഠപുസ്തകം എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് ഒരു 36 കുട്ടികൾ, പ്രീ പ്രൈമറി വിഭാഗത്തിലേക്ക് ഒരു 22 കുട്ടികൾ, പിന്നെ വ്യത്യസ്ത ക്ലാസ്സുകളിലായിട്ട് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലായിട്ട് ഒരു 7 TC മുഖാന്തരം കുട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ വർഷം മിസ് പടിയിറങ്ങിയ കൂടിയാണല്ലേ? ഈ വർഷം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റ് പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ, തലേ ദിവസം വരെ നമ്മൾ ആ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ 31-ാം തീയതി പടിയിറങ്ങുക എന്നുള്ള ഒരു ദൗത്യം കൂടിയുണ്ട്. എങ്കിലും നമ്മൾ വളരെ നന്നായിട്ടെല്ലാം ചെയ്ത് പോകണമെന്ന് തന്നെയാണ്. കുറച്ച് ഇമോഷണലായുണ്ടോ മിസ്? എന്തായാലും മിസ്സിനെ കരയിപ്പിക്കണില്ല. കുട്ടികളുടെ മനസ്സിലുള്ള ഭയം അകറ്റി സ്കൂൾ ഒരു സന്തോഷ ഭവനമാണെന്നുള്ള ബോധം നൽകുവാൻ അധ്യാപകർ ശ്രദ്ധിക്കുന്നു. ഈ അധ്യാപകരെല്ലാം നേരവും കാലവും ഒന്നും നോക്കാതെയാണ് ഈ ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത്. സ്കൂളിലെ HM റിട്ടയർഡ് ആവുകയാണ്, പുതിയ കെട്ടിടത്തിന്റെ പണി നടക്കുകയാണ് തുടങ്ങിയ പരിമിതികളെല്ലാം ഉണ്ടെങ്കിൽ കൂടെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നായ സ്കൂൾ ജീവിതത്തിന്റെ തുടക്കത്തിന് ഒരു കുറവും വരരുതെന്ന് ഇവിടുത്തെ അധ്യാപകർക്ക് നിർബന്ധമുണ്ട്. കാരണം അവർക്കറിയാം ഇതൊരു ചടങ്ങ് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാവിയിലേക്ക് പ്രകാശം വിതറുന്ന ഒരു സുന്ദരമായ തുടക്കമാണ്. അത് ഏറ്റവും മനോഹരവും സുന്ദരവുമായിരിക്കണം. എല്ലാ കുരുന്നുകൾക്കും നന്മകൾ നേരുന്നു.